യുക്രൈനുമായുള്ള യുദ്ധത്തിന് ശേഷം റഷ്യ മറ്റൊരു രാജ്യവുമായുള്ള യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയുടെ ഡ്രോൺ നീക്കത്തെ തുടർന്ന് മറ്റൊരു രാജ്യം റഷ്യക്കെതിരെ അവരുടെ എയർഫോഴ്സിനെ വിന്യസിച്ചു, അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളെ വിന്യസിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. റഷ്യയുടെ ഡ്രോൺ നീക്കത്തെ തുടർന്നാണ് തെക്ക് കിഴക്കൻ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള റൊമേനിയ റഷ്യക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വരുന്നു. റഷ്യയും റൊമേനിയയും തമ്മിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് റൊമേനിയൻ അതിർത്തിയോട് ചേർന്ന് റഷ്യ നിരവധി ഡ്രോണുകൾ വിന്യസിച്ചത്. റഷ്യൻ ഡ്രോണുകൾ അതിർത്തിയിലേക്ക് വരുന്നത് കണ്ട റൊമേനിയൻ പ്രതിരോധ മന്ത്രാലയം ഉടനെ തന്നെ അവരുടെ 2 F-16 വിമാനങ്ങളാണ് ഈ ഡ്രോണുകൾ അതിർത്തിയിൽ കിടന്ന് കറങ്ങുന്നത് കണ്ട് ഇവയെ നിരീക്ഷിക്കാനായി പറത്തിവിട്ടത്. ഈ F-16 വിമാനം രാത്രി 3:40 മുതൽ രാവിലെ 5 മണി വരെ ആകാശത്ത് പട്രോളിംഗ് നടത്തി എന്നും അറിയാനായി സാധിക്കുന്നു. ബറൂസയിലെ 86ാമത് എയർബേസിൽ നിന്നാണ് ഈ F-16 വിമാനം റൊമേനിയ പറത്തിവിട്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വ്യോമാതിർത്തിയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നുണ്ടോ എന്ന് പൊതുജനങ്ങളോട് നിരീക്ഷിക്കാനുള്ള ഒരു ജാഗ്രതയും റൊമേനിയ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഡ്രോണിൽ നിന്ന് എന്തെങ്കിലും ബോംബ് പോലുള്ള വസ്തുക്കളോ മറ്റോ തങ്ങളുടെ അതിർത്തി കടന്ന് ഇപ്പോഴത്തേക്ക് വീഴുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചാരപ്രവർത്തനത്തിനാണോ ഇത് വന്നത് എന്നുള്ള സംശയത്തിൽ അങ്ങനെ എന്തെങ്കിലും വീണു കഴിഞ്ഞാൽ സർക്കാരിനോട് പറയണമെന്നാണ് കൃത്യമായി റൊമേനിയയിലെ ജനങ്ങൾക്ക് രാത്രി മുഴുവൻ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും നൽകിയത്. ഇത് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് 90 മിനിറ്റ് നീണ്ടു നിന്നു എന്നും അറിയാൻ സാധിക്കുന്നു. ഈ സമയത്ത് റഷ്യയുടെ ഡ്രോണുകൾ റൊമേനിയൻ അതിർത്തിക്കടുത്തുള്ള യുക്രൈന് മുകളിലൂടെ പറക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. 2022 റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. നാറ്റോ അംഗരാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായുള്ള പരിധിയിൽ റഷ്യൻ ഡ്രോണുകൾ പ്രവേശിക്കുന്നത് ഇതാദ്യമല്ല എന്നുള്ളത് നമുക്കറിയാം. പലതവണ അത് പ്രവേശിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് റഷ്യൻ ഡ്രോണുകൾ ഇതിനു മുമ്പും റൊമേനിയയിൽ പ്രവേശിച്ചിട്ടുണ്ട്. റൊമേനിയ യുക്രൈനുമായി 381 മൈലാണ് അതിർത്തി പങ്കിടുന്നത്. യുക്രൈനിലെ ഡാന്യൂബ് നദീതീരത്ത് റഷ്യ മുമ്പ് വലിയ ആക്രമണം നടത്തിയിരുന്നു. റൊമേനിയ അതിർത്തി ഇതിനടുത്താണ് എന്നുള്ളതാണ്. അതായത് റഷ്യ റൊമേനിയയുടെ അതിർത്തി വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാഴാഴ്ച റഷ്യ വീണ്ടും ഡാന്യൂബ് നദിയിലെ യുക്രൈനിയൻ നഗരമായ ഇസ്മായിൽ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ചില ഡ്രോണുകൾ റൊമേനിയൻ അതിർത്തിയിൽ പ്രവേശിച്ചു എന്ന് റൊമേനിയ ആരോപിക്കുന്നുണ്ട്. ഇതിനുശേഷം റൊമേനിയ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ഇനി അങ്ങനെ ഡ്രോണുകൾ വന്നു കഴിഞ്ഞാൽ വെടിവെച്ച് വീഴ്ത്താനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. യുദ്ധവിമാനങ്ങളടക്കം അവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിർത്തിയിൽ എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കുന്ന വിദേശ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്താൻ സൈന്യത്തിന് അനുമതി നൽകുന്ന കരട് നിയമം റൊമേനിയ പാസാക്കിയിരിക്കുന്നു. അതേസമയം തങ്ങളുടെ വ്യോമാതിർത്തിയിൽ നിരീക്ഷണ ദൗത്യങ്ങൾ തുടരുമെന്നും യുക്രൈനെതിരായ റഷ്യൻ ആക്രമണങ്ങൾക്കിടയിൽ ഉയർന്ന അപകട സാധ്യതകൾ തങ്ങൾ നേരിടാൻ തയ്യാറാണെന്നും റൊമേനിയൻ സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. റൊമേനിയയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല ബന്ധത്തിലാണ് ഇവർ പോയിരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 1990 ശേഷം റഷ്യ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇവരുടെ ബന്ധം വളരെ വഷളാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.